യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു ദിവസം കൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ, പ്രാർത്ഥനയോടെ ആയിരിക്കാൻ, ദൈവത്തിൻ്റെ ജീവനുള്ള പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന ദൈവവചനം തന്നെ കേൾക്കുവാൻ നമുക്ക് ദൈവം നൽകുന്ന വിലപ്പെട്ട സമയത്തിനും അവസരത്തിനും നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനയും വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും വളരെ ഗൗരവമുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടിയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് വചനം കേൾക്കാൻ നമുക്കൊരുങ്ങാം. ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നമുക്കൊരുക്കാം. വചനമെന്ന വിത്ത് ജീവിതമാകുന്ന നിലത്തു വീഴുന്ന സമയമാണ്. അത് 100 മേനി ഫലം പുറപ്പെടുവിക്കത്തക്ക വിധം അതൊരനുഗ്രഹമാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ വലിയ ദൈവപ്രവൃത്തി സംഭവിക്കണമേ. ഞങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഈ നിയോഗ പ്രാർത്ഥനയുടെ ഭാഗമായി വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്. കേവലം ഒരു ചടങ്ങായിട്ടോ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടോ ഒന്നും അല്ല അവർ പ്രാർത്ഥിക്കുന്നത്. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ വചനം അയച്ചു കൊടുത്ത് അനേകരെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ആരോഗ്യത്തെയും എൻ്റെ ശുശ്രൂഷകളെയും എഴുതി സമർപ്പിച്ച നിയോഗങ്ങളെയും ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും തലമുറകളെയും ശുശ്രൂഷകളെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച്, എൻ്റെ വീടിനെ വിശുദ്ധീകരിച്ച്, ഓരോ മുറികളെയും വിശുദ്ധീകരിച്ച്, ഞാൻ സഞ്ചരിക്കുന്ന വഴികളെ, വരുമാനമാർഗങ്ങളെ, ജീവിത പങ്കാളി, മക്കൾ, കൊച്ചുമക്കൾ, സകലരെയും തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ. കർത്താവായ യേശുവേ, ശുശ്രൂഷകരായവരെ, വൈദികരായവരെ, സമർപ്പിതരായവരെ എല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാ സിസ്റ്റേഴ്സിനെയും സമർപ്പിക്കുന്നു. ഏകസ്ഥരെ സമർപ്പിക്കുന്നു. തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആമേൻ. ശ്രദ്ധയോടെ നമുക്ക് ഈ വചനത്തെ പ്രാർത്ഥനയോടെ കേൾക്കാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ്. മോശ ദൈവത്തോട് ഒരാഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. മോശ ദൈവത്തോടൊരാഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. അതാണ് 33-ാം അധ്യായം 18-ാമത്തെ വാക്യം. മോശ പറഞ്ഞു, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒരു പ്രാർത്ഥനാ നിയോഗമാണ്, ഒരു പ്രാർത്ഥനാവശ്യമാണ്. അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഉടനെ അടുത്ത ഭാഗം നോക്ക്. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ മഹത്വം നിൻ്റെ മുമ്പിലൂടെ കടന്നു പോകും. മറുപടി ഉടനെയാണ്. എൻ്റെ മഹത്വം നിൻ്റെ മുമ്പിലൂടെ കടന്നു പോകും. കർത്താവെന്ന നാമം നിൻ്റെ മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കും. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. എന്താ മോശ ചോദിച്ചത്? കർത്താവേ, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതിന് ആ ആഗ്രഹത്തെ എത്ര ശ്രേഷ്ഠമായ രീതിയിലാണ് ദൈവം അതിന് മറുപടി കൊടുത്ത് അനുഗ്രഹിച്ചത്. നമ്മളാണ് ഇപ്പം ഇങ്ങനെയൊരു മറുപടി അല്ലല്ലോ, അത് ഒരു അടുത്ത അധ്യായത്തിലും അല്ല മറുപടി, അവസാന അധ്യായത്തിലും അല്ല മറുപടി. ഇത് ചോദിച്ച ഉടനെ ആ പ്രാർത്ഥനയ്ക്ക്, ആ അപേക്ഷയ്ക്ക് ഒരു മറുപടി ലഭിക്കുവാണ്. ഒന്നും കൂടി അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. മോശ ചോദിച്ചു, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മളും പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു.
എൻ്റെ ഇന്ന കാര്യത്തിന് എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒത്തിരി നാളായി കഷ്ടത്തിലാണ്, രോഗം വിട്ടുമാറുന്നില്ല, കുടുംബത്തിലൊട്ടും സമാധാനമില്ല, മക്കളാണെങ്കിൽ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവരുടെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, മദ്യത്തിൻ്റെയും മയക്കുമരുന്ന് ലഹരിയുടെ അടിമയിലാണ് പല ആളുകളും. ഇങ്ങനെ ചുറ്റിപ്പറ്റി എത്രയെത്ര ആഗ്രഹത്തോടെയുള്ള പ്രാർത്ഥനയുണ്ട്. കണ്ണുനീരോടെ എത്രയോ പേർ പ്രാർത്ഥിക്കുന്നുണ്ട്. 100% വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന അമ്മമാരിനകത്തില്ലേ, അപ്പച്ചന്മാരില്ലേ, കുടുംബമായി പ്രാർത്ഥിക്കുന്നവരില്ലേ, ചില നിയോഗത്തോടെ ആ വചനം അനേകർക്ക് അയച്ചു കൊടുക്കുന്നവരില്ലേ. നമ്മൾ ചെയ്യാൻ പറ്റുന്ന എത്രയോ സുവിശേഷ വേല നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട്. മോശ പറയുവാണ്, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ. പ്രിയപ്പെട്ടവരെ, ഞാനും പ്രാർത്ഥിക്കുന്നു, കർത്താവേ, അങ്ങ് നട്ട ഒരു ചെടിയാണ് ഈ നിയോഗ പ്രാർത്ഥന. അതിൻ്റെ തണലിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരൊക്കെയും നിയോഗത്തിൽ പ്രാർത്ഥിക്കുവാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർക്ക് വേണ്ടി, എന്നെ കേൾക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങയുടെ മഹത്വം ഈ കുടുംബങ്ങൾക്ക് കാണിച്ചു കൊടുക്കണമേ. അങ്ങയുടെ ശക്തിയെ ഈ കുടുംബത്തിന് വെളിപ്പെടുത്തണമേ. അങ്ങയുടെ അനുഗ്രഹത്തെ ഈ ജനത്തിന് കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സഹായം ഈ ജനത്തിന് ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. മോശ പ്രാർത്ഥിച്ചു, ഉടനെ മറുപടി പറയുവാണ്. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ മഹത്വം എതിലേലും കടന്നു പോകും, നീ അവിടെ പോയി കണ്ടോളാനല്ല, എൻ്റെ മഹത്വം നിൻ്റെ മുമ്പിലൂടെ കടന്നു പോകും. എതിലേലും കടന്നു പോകും, നീ അവിടെ പോയി വേണേ ഇന്ന സമയത്ത് പോയി നോക്കി കണ്ടോ എന്നല്ല, നിൻ്റെ മുമ്പിൽ ഒരു അനുഗ്രഹം ദൈവം വെളിപ്പെടുത്തും. നിൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരും. നിൻ്റെ കുടുംബത്തിൽ അഭിഷേകം ഉണ്ടാകും, നിൻ്റെ കുടുംബത്തിൽ നന്മകൾ ഉണ്ടാകും. നിൻ്റെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ അനുഗ്രഹിക്കപ്പെടുന്നത് കാണും. നിൻ്റെ മുമ്പിലൂടെ അത് കടന്നു പോകും. നീ ചോദിച്ച കാര്യം, നീ അപേക്ഷിച്ച കാര്യം എതിലേലും കടന്നു പോകുന്നല്ല, നീ ഉറങ്ങുമ്പോഴേക്കടെ കടന്നു പോകുന്നല്ല, നിൻ്റെ മുമ്പിലൂടെ കടന്നു പോകും. വിശ്വസിക്ക്, നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തും. ഒരനുഗ്രഹമായി പുതിയ വഴികളെ തുറന്നു കിട്ടും. നല്ലൊരു ജോലി നിനക്ക് കിട്ടും, നല്ല വീട് പണി നടക്കും, പുതിയ വീട് മേടിക്കും, നല്ല വാഹനം മേടിക്കും. ചില രാജ്യങ്ങൾ കടന്ന് വേറെ രാജ്യത്തൊക്കെ എത്തും. വിദേശ പണം നിൻ്റെ കൈകളിലൂടെ കൈകാര്യം ചെയ്യാനൊക്കെ പറ്റും. എൻ്റെ വീടിനെ ഒന്ന് രക്ഷപ്പെടുത്തണം, എനിക്കൊരു ജോലി കിട്ടിയാലേ നടക്കത്തുള്ളൂ, സാധിച്ചു കിട്ടും. നിൻ്റെ മുമ്പിലൂടെ കടന്നു പോകും. ദൈവം ഒരുക്കുന്ന നന്മകൾ നിൻ്റെ മുമ്പിൽ കാണും. അടുത്തതോ, കർത്താവെന്ന എൻ്റെ നാമം നിൻ്റെ മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കും. ചില നല്ല നിമിഷങ്ങൾ, ചില അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ, ഇതും അങ്ങനെ തന്നെയാണ്. ദൈവം ഒരുക്കിയ അനുഗ്രഹത്തിൻ്റെ സമയമാണിത്. ദൈവം ഒരുക്കിയ നന്മകൾ അനുഭവിക്കാൻ ദൈവം ഒരുക്കിയ സമയമായത്. നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തെ, ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങളൊരു നിയോഗം വയ്ക്കണം. കർത്താവ്, എനിക്ക് ഈ അനുഗ്രഹം എന്ന പുണ്യഭൂമിയിൽ, ഈ നിയോഗ ആലയത്തിൽ എൻ്റെ ഒരു സാക്ഷ്യത്തെ എനിക്ക് പറയാൻ, എനിക്കിവിടെ വരാനൊക്കണം. എനിക്കൊന്ന് നന്ദി പറയാൻ ഇവിടെ വരാൻ പറ്റണം. എൻ്റെ സാക്ഷ്യം എനിക്ക് പറയണം. മോശയുടെ മുമ്പിലൂടെ ആ ദൈവമഹത്വം കടന്നുപോയ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയതുപോലെ എനിക്കും ഒരു സാക്ഷ്യം പറയാനൊക്കണം. എനിക്കെൻ്റെ സാക്ഷ്യത്തെ വിളിച്ചു പറയണം. പ്രാർത്ഥിക്ക്, ആ അനുഗ്രഹത്തെ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും, എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. ദൈവവചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ദൈവത്തിന് ഇഷ്ടമാണ്. വചനം പ്രാർത്ഥിക്കുന്ന, വചനം കേൾക്കുന്ന, ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തോട് ദൈവത്തിന് ഇഷ്ടമാണെന്ന്, ദൈവത്തിന് നിന്നോട് കരുണ കാണിക്കാൻ താല്പര്യമാണ് എഴുതിയിട്ടുണ്ടോ നോക്കൂ. അവിടുന്ന് എനിക്കിഷ്ടമുള്ളവരിൽ ഞാൻ പ്രസാദിക്കും. വചനം പറയുന്ന, വചനം കേൾക്കുന്ന നിങ്ങളെ നോക്കി ദൈവം പ്രസാദിക്കുന്നുണ്ട്. ഈ ആലയത്തിൽ ദൈവപ്രസാദമുണ്ട്. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേര് പറയുന്നുണ്ട്, ഇവിടെ ഭയങ്കര സന്തോഷമുണ്ടെന്ന്. ദൈവം പ്രസാദിച്ച ഇടമായതുകൊണ്ടാണ്, ദൈവം കരുണ കാണിക്കുന്ന ഇടമായതുകൊണ്ടാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, കുടുംബങ്ങളിൽ അയൽവാസികളായിരുന്നുകൊണ്ട് ഈ ദേശത്തുള്ളവർ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവം നിന്നോട് കരുണ കാണിക്കും. ദൈവം നിൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രസാദിക്കും.
ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ കരുണ കാണിക്കുന്ന സമയം അധികം ദൂരെയല്ല, അടുത്താണ്. പ്രശ്നങ്ങളൊക്കെ മാറുന്നേ, പ്രതിസന്ധികൾ മാറും. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ബുധനാഴ്ചയാണ്. ഈ ശനിയാഴ്ച 18, 19, 20 ഈ ശനിയാഴ്ച കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള കോട്ടൂർ, അവിടെ ഒരു ലിറ്റിൽ ഫ്ലവർ സ്കൂൾ, ആ സ്കൂൾ ഗ്രൗണ്ടിൽ അനുഗ്രഹമാകുന്ന 3 ദിവസങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ വിശുദ്ധ പദവിയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ബൈബിൾ കൺവെൻഷനാണ്. ഈ കൺവെൻഷൻ ഒരു അനുഗ്രഹമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ ദേശത്തുള്ളവ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പങ്കെടുക്കാൻ, തിരിച്ചു പോകാനുള്ള വാഹന സൗകര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏറ്റവും സന്തോഷത്തോടെ ആയിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. നിങ്ങൾ എഴുതി വെച്ച നിയോഗത്തെ ഒന്ന് കൈകളിലെടുക്കാം. എഴുതി വെച്ച നിയോഗത്തെ ഒന്ന് കൈകളിലെടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാം. എഴുതി വെച്ച നിയോഗത്തെ മനസ്സിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. നസ്രായനായ യേശുവേ, ഞാൻ എഴുതി സമർപ്പിച്ച ഈ 1ാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, ഞാൻ എഴുതി സമർപ്പിച്ച ഈ 2ാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഞാൻ എഴുതി സമർപ്പിച്ച വചനത്തോട് ചേർത്ത് വച്ച ഈ 3ാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. നിയോഗ കൊന്തയുണ്ടെങ്കിൽ കയ്യിലെടുത്ത് പിടിച്ച് 30 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കണം. 3 പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചു. നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ, ആരോഗ്യത്തിലുണ്ടായിരിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ വചനം പ്രസംഗിക്കുന്ന ഈ ആലയത്തിലുണ്ടായിരിക്കട്ടെ. ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകളിലും ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ. ശരീരത്തെ ആരോഗ്യത്തോടെ സംരക്ഷിക്കണമേ. അകവും പുറവും കാത്തുകൊള്ളണമേ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും ഞങ്ങൾക്ക് തരണമേ. ഒന്നിനും കുറവില്ലാത്ത വിധത്തിൽ ഞങ്ങളെ പരിപാലിക്കണമേ. 91-ാം സങ്കീർത്തനത്തിന് മുഴുവൻ അനുഗ്രഹവും ഞങ്ങൾക്ക് തരണമേ. കോട്ടൂർ നടക്കുന്ന കൺവെൻഷൻ്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. ആ കൺവെൻഷൻ അനുഗ്രഹമാകുവാൻ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഓരോരുത്തരെയും ദൈവമേ അങ്ങ് കൂട്ടിക്കൊണ്ടുവരണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 91-ാം സങ്കീർത്തനത്തിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും പരിപാലനയും പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ കുടുംബത്തിൽ തലമുറകളിൽ ആയിരിക്കുന്നിടങ്ങളിൽ സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം ഉണ്ടാകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.